ഗൈസ് സീരിയസ്ലി എന്ത് രസമാണെന്ന് ഈ ഫോൺ ഉപയോഗിക്കാൻ. ഐ ജസ്റ്റ് ലവ് ദി സ്മാർട്ട് ഫോൺ. ഇതാണ് ഓപ്പോയുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫ്ലാഗ്ഷിപ്പ് ഫോൺ Find X9s. ഇതിനെ ഒരു കോമ്പാക്ട് ഫോൺ എന്ന് വേണേ വിളിക്കാം. അത്ര കുട്ടിയല്ല, പക്ഷെ കയ്യിൽ ഉപയോഗിക്കുമ്പോൾ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള സൈസ്. ഫോൺ എൻ്റെ കിട്ടിയിട്ട് കുറച്ച് നാളായി, പക്ഷേ ഇത് ശരിക്കും മേടിക്കാൻ വേർത്താണോ ഇല്ലെന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഈ ഫോൺ കൊണ്ട് ഒരു ട്രിപ്പ് പോയി ഒറീസയ്ക്ക്. ഞാൻ ഇപ്പോഴും ഇതിനകത്ത് ഫോട്ടോ എടുത്തെടുത്തായിട്ട് കൊതി തീർന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഈ കളറിന്റെ പേരാണ് സൺസെറ്റ് ഓറഞ്ച്. ഞാനൊരു സൺസെറ്റ് കണ്ടു, അതിന്റെ സൈഡിൽ ഒരു ഫോണിന്റെ കളർ എങ്ങനെയുണ്ട് കമന്റ് ചെയ്യുക. ഒരു ക്യാമറ ഫോൺ എന്നുള്ളതിനുപരി ആക്ച്വലി ഡേ ടു ഡേ യൂസിൽ ഞാൻ ഫേസ് ചെയ്ത കാര്യങ്ങൾ പറഞ്ഞുതരാം. ഫസ്റ്റ് ഓഫ് ഓൾ, ഈ ഫോൺ ഒറ്റ നോട്ടത്തിൽ തന്നെ കാണാൻ ഭയങ്കര രസമാണ്. മാത്രമല്ല അതിന്റെ ലുക്കും ആ ഒരു ഇൻ ഹാൻഡ് ഫീലും ഒരു രക്ഷയില്ല. ശരിക്കും ഒരു പ്രീമിയം ഗ്ലാസ് സ്ലാബ് നിങ്ങൾ കയ്യിൽ ഹോൾഡ് ചെയ്യുന്ന ഒരു ഫീൽ തന്നെയാണ്. പിന്നെ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ തീരെ പെസലില്ലാത്ത ആ ഒരു ഡിസ്പ്ലേ ഉണ്ടല്ലോ, ഈവൻ ഡയറക്റ്റ് സൺലൈറ്റിൽ പോലും എന്ത് രസമായിട്ടാണ് കാണുന്നതെന്ന് അറിയോ. വിസിബിലിറ്റിക്ക് ഒരു പ്രശ്നമേ വന്നില്ല. പക്ഷെ എൻ്റെ ഫേവറേറ്റ് ഈ ഡിസ്പ്ലേയുടെ നടുവിലുള്ള ഈ ഫിംഗർ പ്രിന്റ് സ്കാനറാണ്. അത്യാവശ്യം വലിയൊരു കൈ ആയതുകൊണ്ട് എനിക്ക് താഴെയുള്ള ഫിംഗർ പ്രിന്റ് സ്കാനർ ഇഷ്ടമേ അല്ല. ഇത് അത്യാവശ്യം മുകളിലുമാണ്. തൊടുമ്പോൾ തന്നെ പടയെന്ന് അൺലോക്ക് ആവുക. ഒരു 3D അൾട്രാസോണിക് ഫിംഗർ പ്രിന്റ് സ്കാനറിന്റെ ആ ഒരു ഫാസ്റ്റ്നെസ് ഉണ്ടല്ലോ, അത് ഫീൽ ചെയ്തറിയണം. പിന്നെ അവിടുത്തെ വല്ലാത്തൊരു വെതറാണ്. ഉച്ചയ്ക്ക് ഭയങ്കര ചൂടായിരിക്കും, വൈകുന്നേരം ആകുമ്പോഴത്തേക്കും മഴ പൊടിയും. മഴയത്തും ഞാൻ ഈ ഒരു ഫോൺ ഉപയോഗിച്ച് നോക്കി. സകലമാന IP റേറ്റുകളും കൊടുത്തിട്ടുള്ളതുകൊണ്ട് ഒരു ടെൻഷൻ ഇല്ലാണ്ട് ഉപയോഗിക്കാം. സോ അടിപൊളിയായിട്ടുള്ള ബിൽഡ് ക്വാളിറ്റിയാണ്. പിന്നെ കണക്ടിവിറ്റിയുടെ കാര്യത്തിലാണെങ്കിലും എനിക്ക് ഒരു പ്രശ്നവും വന്നില്ല. പിന്നെ ഉച്ച സമയത്തുള്ള ഭുവനേശ്വറിലെ ചൂടൊക്കെ നമുക്ക് സഹിക്കാൻ പറ്റില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ ഈ ഒരു ഫൂട്ടേജിൽ വിയർത്ത് കുളിക്കുവാണ്, പക്ഷെ ആ ഒരു പൊരി വെയിലത്ത് പോലും ഞാൻ ഫോൺ ഉപയോഗിക്കുന്നുണ്ട്. ആൻഡ് ഫോണിൽ ആ ഒരു ചൂട് ഇമ്പാക്ട് ചെയ്തതായിട്ട് തോന്നിയേയില്ല. പെർഫോമൻസിൻ്റെ കാര്യത്തിലായിക്കോട്ടെ, ഫോൺ കയ്യിൽ പിടിക്കുമ്പോഴായിക്കോട്ടെ ചൂടാവുന്ന ഒരു ഇഷ്യൂ കണ്ടേയില്ല. യെസ്, ഈവൻ നമ്മൾ ഉച്ചയ്ക്ക് നാവിഗേഷനൊക്കെ ചെയ്യുമ്പോൾ പോലും എനിക്ക് ആ ഒരു ചൂട് ഫീൽ ചെയ്തേയില്ല. പിന്നെ ഒഴിവ് സമയങ്ങൾ ആനന്ദകരമാക്കാൻ ഞാൻ ഇതിനകത്ത് ഗെയിം കളിക്കുന്നുണ്ടായി. ഞാൻ ഗെയിമിംഗ് ചെയ്യുമ്പോൾ ഇതിനകത്ത് ലാഗോ സ്ലോയോ അങ്ങനെ ഒരു കാര്യമേ ചിന്തിക്കേണ്ട ആവശ്യമില്ല. അടിപൊളിയായിട്ടുള്ള ഗെയിമിംഗ് പെർഫോമൻസ് ആണ് എനിക്ക് കിട്ടിയത്. ഞാൻ ഇതിനകത്തുള്ള പ്രോസർ പറയേണ്ട ആവശ്യമില്ല. Dimensity 9500S എന്ന് പറയുന്നത് വളരെ കേപ്പബിൾ ആയിട്ടുള്ള 3 മില്യണോളം 122 സ്കോർ തരാൻ പറ്റുന്ന ഒരു ചിപ്സെറ്റ് ആണ്. അതിൻ്റെ ഒപ്പം ഫാസ്റ്റ് ആയിട്ടുള്ള LPDDR5X റാമും UFS 4.1 സ്റ്റോറേജും ഉണ്ട്. സോ ആ ഒരു പെർഫോമൻസിൻ്റെ സൈഡിലാണെങ്കിൽ പോലും സൂപ്പർ. പിന്നെ ഈ ഒരു പെർഫോമൻസ് ഇത്രയും ഒപ്റ്റിമൈസ്ഡ് ആയിട്ട് നമുക്ക് തോന്നാൻ കാരണം ഒബ്വിയസ്ലി ഇതിൻ്റെ UI ആണ്. മറ്റു OSകളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു ഓപ്പോയുടെ കളർ OS വ്യത്യസ്തമായി നിൽക്കുന്നതിൻ്റെ പ്രധാന കാരണം ഇത് ഉപയോഗിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫ്ലൂയിഡിറ്റിയാണ്. ഇവർ ഇതിനകത്ത് ഓപ്പോയുടെ ലൂമിനസ് റെൻഡറിങ് എഞ്ചിനാണ് ഉപയോഗിക്കുന്നത്. സോ പാരലായിട്ടുള്ള ആനിമേഷൻസ് ആയിക്കോട്ടെ, ഒരു സമയത്ത് പോലും എനിക്ക് ഈ ഒരു ഫോൺ ലാഗ് അടിക്കുന്നതായിട്ട് തോന്നിയില്ല. ആൻഡ് യെസ്, പ്രീമിയം ഫോൺ ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഹോട്ട് ആപ്സ്, ഹോട്ട് ഗെയിംസ് പോലെയുള്ള സാധനങ്ങളൊന്നും തന്നെ ഇല്ല. കുറച്ച് ആവശ്യമുള്ള നെറ്റ്ഫ്ലിക്സ് പോലത്തെ ആപ്ലിക്കേഷൻസ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് ഉപയോഗിക്കാമെങ്കിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ കളയാം. ആൻഡ് ഫോണിൻ്റെ സൈഡിൽ നിങ്ങൾക്ക് എക്സ്ട്രാ ആയിട്ടൊരു സ്നാപ്പ് കീ കൊടുത്തിട്ടുണ്ട്. ആൻഡ് സ്നാപ്പ് കീയുടെ ഡീഫോൾട്ട് ആയിട്ടുള്ള സെറ്റിംഗ് എന്ന് പറയുന്നത് നമ്മളത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്ത് മൈൻഡ് സ്പേസ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകുക എന്നുള്ളതാണ്. ഞാൻ പലപ്പോഴും അതിന്റെ ഉപയോഗം വരാറുണ്ടോ എന്ന് ചിന്തിച്ചിട്ടുണ്ടായി. എങ്കിലും ഈ ഒരു ട്രിപ്പിൽ പോയ സമയത്ത് പേയ്മെന്റ് ചെയ്യല്ലോ, UPI ഒക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത് അവർ UPI സ്ക്രീനിൽ വെച്ചിട്ട് ഈ ഒരു സ്നാപ്പ് കീ അങ്ങ് പ്രസ് ചെയ്യുമ്പോണ്ടല്ലോ, നമ്മൾ ആ ഒരു പേയ്മെന്റ് ചെയ്തതിന് അങ്ങോട്ട് എക്സ്പെൻസ് AI ബിൽ മാനേജർ അല്ലെങ്കിൽ എക്സ്പെൻസ് മാനേജറിനകത്ത് പോയിട്ട് നമുക്ക് ആ ഒരു ദിവസം ചെയ്ത എക്സ്പെൻസുകളെല്ലാം സെഗ്രിഗേറ്റ് ആയി കാണിച്ചു തരും. ഈവൻ ഇത്തവണ അവർ മൈൻഡ് പൈലറ്റ് എന്ന് പറയുന്ന സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. അതിനകത്ത് ഇപ്പോൾ മൈൻഡ് സ്പേസിനകത്ത് നിങ്ങൾ സേവ് ചെയ്ത് വെച്ച കാര്യങ്ങളിൽ എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ChatGPT യൂസ് ചെയ്യണമെങ്കിൽ, ജെമിനി യൂസ് ചെയ്യണമെങ്കിൽ, പെർപ്ലെക്സിറ്റി, ഇതേപോലെ പല AI കമ്പൈൻ ചെയ്ത് നിങ്ങൾക്ക് ഒരൊറ്റ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ എയുടെ കാര്യം പറയുമ്പോൾ ഫോട്ടോ ആപ്ലിക്കേഷൻ അതെനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് AI ആണ്. ഒന്നാമത് ഒബ്വിയസ്ലി ഒബ്ജക്റ്റ് എറേസർ അല്ലെങ്കിൽ റിമൂവ് പീപ്പിൾ AI എറേസർ എന്ന് പറയുന്നത് കൃത്യമായിട്ട് ആൾക്കാരെ ഡിറ്റക്ട് ചെയ്യുന്നുണ്ട്. എത്ര ക്രൗഡഡ് ആയിട്ടുള്ള സ്ഥലമാണെങ്കിൽ കൃത്യമായിട്ട് ഡിറ്റക്ട് ചെയ്ത് നല്ലപോലെ ഒറിജിനാലിറ്റിയോട് കൂടി ഫില്ല് ചെയ്യുന്നുണ്ട്. ഇനി ചിലപ്പോൾ ഫോട്ടോ എടുക്കുന്ന സമയത്ത് ബാക്ക്ഗ്രൗണ്ട് ലൈറ്റ് നമ്മുടെ ഫേസിൽ കുറച്ച് കൂടുതൽ ലൈറ്റ് നാച്ചുറലി ആഡ് ചെയ്യണമെങ്കിൽ ആ ഒരു പോർട്രേറ്റ് ഗ്ലോ എന്ന് പറഞ്ഞ എഫക്റ്റും എനിക്ക് ഇഷ്ടമാണ്. പിന്നെ എടുത്ത ഫോട്ടോസ് ഇപ്പോൾ മൾട്ടിപ്പിൾ ഫോട്ടോ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു പോപ്പ് ഔട്ട് ഫീച്ചർ ഉപയോഗിച്ച് ഫണ്ണായിട്ടുള്ള രീതിയിൽ ഇങ്ങനെ ഒന്നിന് മുകളിലൊക്കെ ഇങ്ങനെ 3D ആയിട്ടൊക്കെ നിൽക്കുന്ന പോലെയൊക്കെ ഉണ്ടാക്കാൻ പറ്റും. ഇതൊക്കെ നല്ല രസമാണ്. ഇനി ഫോട്ടോയുടെ കാര്യം പറയുമ്പോൾ എൻ്റെ ഫേവറേറ്റ് പാർട്ട് എൻ്റെ ക്യാമറ. എന്ത് സാറ്റിസ്ഫൈങ് ആയിട്ടുള്ളൊരു സംഭവമാണെന്ന് അറിയോ ഇത്. നിങ്ങൾ ആക്ച്വലി പ്രാക്ടിക്കലി ഉപയോഗിക്കുമ്പോഴേ ഞാൻ ഈ പറയുന്ന ഫീല് മനസ്സിലാവുള്ളൂ. കാരണം ആ ഒരു മെയിൻ 50 മെഗാ പിക്സലിൻ്റെ ക്യാമറ എടുക്കുന്ന ഫോട്ടോസ് ആയിക്കോട്ടെ, 50 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ് ക്യാമറ എടുക്കുന്ന ഫോട്ടോസ് ആയിക്കോട്ടെ, ആ ഒരു 3x പെരിസ്കോപ്പ് ടെലിഫോട്ടോ 50 മെഗാ പിക്സൽ ക്യാമറ എടുക്കുന്ന പോർട്രേറ്റ് ഫോട്ടോസ് ആയിക്കോട്ടെ, എല്ലാം ഒന്നിനൊന്ന് മെച്ചമാണ്. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇടുന്നുണ്ടായി, ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതിനകത്തൊക്കെ ഫോട്ടോസ് കണ്ടു നോക്കാം, ഒരു രക്ഷയില്ല. ഫസ്റ്റ് ഇംപ്രഷൻ തന്നെ ആൾക്കാരെ വീഴ്ത്തും. ഞാൻ ഈ എടുത്ത ഫോട്ടോസ് ഞാൻ പോസ്റ്റ് ചെയ്യാൻ വേണ്ടി എൻ്റെ ഫോണിൽ നിന്ന് ഞാൻ ഐഫോണിലേക്ക് ക്വിക്ക് ഷെയർ വഴിയാണ് അയച്ചത്. യെസ്, ഈ ഒരു ഫോണിൻ്റെ അകത്ത് ഐഫോണിലേക്ക്
എയർ ഡ്രോപ്പ് ക്വിക്ക് ഷെയറിലൂടെ ചെയ്യാൻ പറ്റും. യെസ്, ഫോട്ടോ എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ പ്രിവ്യൂവിൽ നിങ്ങൾക്ക് ആ ഒരു ഭംഗി കാണില്ല. ഫോട്ടോ എടുത്ത് കഴിഞ്ഞ് പിന്നെ ഗാലറി പോയ ഒരു പ്രോസസ്സിങ് കഴിയുമ്പോഴാണ് അതിൻ്റെ ആ ഒരു മാജിക് വരുന്നത്. ആ ഒരു ബാക്ക്ഗ്രൗണ്ടിലൊക്കെ HDR ഒക്കെ മാനേജ് ചെയ്യുന്നത്, സ്കൈ ആയിക്കോട്ടെ, ഫേസ് ആയിക്കോട്ടെ, ആ ഒരു കട്ടൗട്ട്, ഓരോ മുടിനാരുകൾ പോലും പോർട്രേറ്റിൽ എന്ത് ഭംഗിയായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്, ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സിറ്റുവേഷനിൽ പോലും. സോ ഒരു രക്ഷയില്ലാത്ത ഫോട്ടോസാണ്. ആൻഡ് സെൽഫി ഫോട്ടോസും എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. പിന്നെ ഹാസൽബ്ലാഡിൻ്റെ ക്യാമറയാണ് എന്നുള്ളത് കൊണ്ട് ഈ ഒരു രസമുണ്ടെന്ന് മാത്രമല്ല, ഹാസൽബ്ലാഡിൻ്റെ മാസ്റ്റർ മോഡ് ഉണ്ട്. അതിനകത്ത് നിങ്ങൾക്ക് റോ ഫോട്ടോസ് എടുക്കാം പിന്നീട് എഡിറ്റ് ചെയ്യണം എന്ന് ആഗ്രഹമുള്ളവർക്ക്. ആൻഡ് ഓൾസോ ഇവരുടെ ഒരു എക്സ്പാൻഡ് എന്ന് പറഞ്ഞ ആ ഒരു മോഡും, ഒരു എക്സ്പാൻഡ് മോഡിനകത്ത് പല ഫിൽറ്റേഴ്സ് ഉണ്ട്. ഞാൻ ഫോട്ടോസ് കാണിച്ചു തരാം. ഒരു പ്രത്യേക വൈബാണ് ആ ഒരു എക്സ്പാൻഡ് മോഡിൽ എടുത്തിരിക്കുന്ന ഫോട്ടോസിൽ കാണാൻ. ആ ഒരു നീണ്ട രീതിയിലുള്ള ആസ്പെക്ട് റേഷ്യോ, ഈവൻ ഇതിനകത്ത് 120x വരെ നിങ്ങൾക്ക് സൂം ചെയ്യാനായിട്ട് പറ്റും. ഈ ഒരു ഫോട്ടോ കാണിച്ചു തരാം. ഒരു ഫോട്ടോ കുറച്ചുകൂടെ സൂം ചെയ്യുമ്പോൾ ഒരു ഫേസ് കാണുന്നുണ്ട്. അത് വളരെ 120x സൂം ചെയ്യുമ്പോൾ ഇത്തരത്തിൽ കാണാം. ഇനി ഫോട്ടോഗ്രാഫിയിൽ മാത്രമല്ല വീഡിയോസിൽ കൊണ്ടുവരുന്ന ആ ഒരു കളേഴ്സ്, ആ ഒരു സൺസെറ്റിൻ്റെ ഒക്കെ വീഡിയോ ഒക്കെ എന്ത് രസം. ആ ഒരു ബീച്ചിൻ്റെ വീഡിയോ, എല്ലാത്തിലും നിങ്ങൾക്ക് 4K 60fps സ്റ്റേബിൾ ആയിട്ടുള്ള വീഡിയോസ് എടുക്കാൻ പറ്റും. ഇപ്പോൾ അൾട്രാ വൈഡ് ക്യാമറയിൽ എടുക്കാം, അല്ലെങ്കിൽ ആ ഒരു 1x മെയിൻ ക്യാമറയിൽ എടുക്കാം, അല്ലെങ്കിൽ ആ ഒരു ടെലിഫോട്ടോ ക്യാമറയിൽ എടുക്കാം. നല്ല സ്റ്റേബിൾ, സ്മൂത്ത് ആൻഡ് പെർഫെക്റ്റ് ആയിട്ട് ഒരു കളർ റിപ്രൊഡക്ഷൻ കൊള്ളാം. ആൻഡ് ഈവൻ നിങ്ങൾക്ക് ഫ്രണ്ട് സെൽഫി ക്യാമറ വെച്ച് നിങ്ങൾക്ക് 4K 60fps വീഡിയോസ് എടുക്കാം. ഒരു സാമ്പിൾ കാണുന്ന പോലെ സൂപ്പറാണ്. ഇതിന് നൈറ്റിൽ നമ്മൾ ഫോട്ടോ എടുക്കുമ്പോൾ ഗ്രെയിൻസ് തീരെയില്ല എന്ന് മാത്രമല്ല, നൈറ്റ് വീഡിയോസ് ഷൂട്ട് ചെയ്യുമ്പോൾ ഈവൻ 1x അല്ല നിങ്ങൾ 3xലേക്ക് പോകുന്ന സമയത്ത് പോലും നൈറ്റ് വീഡിയോസും രസമുണ്ട്. ഗ്രെയിൻസ് ഒട്ടും തന്നെ ഇല്ല. പിന്നെ പോർട്രേറ്റ് വീഡിയോസിൻ്റെ ഓപ്ഷൻ ഉണ്ട്. 1xലും 3xലും എടുക്കാം. പക്ഷേ അത് 1080p 30fps മാത്രം. ഈ ഒരു സാമ്പിൾ കാണുന്ന പോലെ അത്യാവശ്യം നല്ല ഫുട്ടേജ് ആണ്. ഇനി ഉപയോഗിച്ച സമയത്ത് സൗണ്ടിനെ കുറിച്ച് ഒരു കംപ്ലൈൻറ്റും ഇല്ല. സ്റ്റീരിയോ സ്പീക്കേഴ്സാണ്, അത്യാവശ്യം ലൗഡാണ്. NFC-യുടെ ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഇ സിം ഇതിനകത്ത് ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ ഒരു ക്യാമറ അടിപൊളിയാണ്, പെർഫോമൻസ് അടിപൊളിയാണ്, ഡിസ്പ്ലേ അടിപൊളിയാണ്, ഇൻഹാൻഡ് ഫീൽ അടിപൊളിയാണ്, എല്ലാം അടിപൊളിയാണെന്ന് പറയുവാണെങ്കിലും ഇതിനകത്ത് പ്രധാനമായിട്ടും മാറ്റർ ചെയ്യുന്ന കാര്യം ഇതിൻ്റെ ബാറ്ററിയാണ്. 7025 mAh ബാറ്ററി ഉണ്ട്. ഈ ഒരു ഫോൺ സ്ലിം ആയതുകൊണ്ട് ഇത് പേരിന് കൊടുത്തിരിക്കുന്ന ബാറ്ററിയാണെന്ന് തോന്നുമെങ്കിലും ആക്ച്വലി ഞാൻ ഉപയോഗിച്ച സമയത്ത് പലപ്പോഴും ഞാൻ പുറത്തേക്ക് പോകുന്ന സമയത്ത് ഫോൺ ചാർജിന് കുത്തിയിടാൻ മറന്നുപോയിട്ട് രാവിലെ ഒരു 10 മണിക്ക് ഇറങ്ങുമ്പോൾ 40% ചാർജ് മാത്രമേ ഉണ്ടാവുള്ളൂ. അന്ന് നമ്മൾ പുറത്ത് പോയി ഫോട്ടോ സാമ്പിൾസും എല്ലാം എടുത്തു കഴിഞ്ഞ് തിരിച്ച് റൂമിൽ വരുന്ന സമയത്ത് ഇതിനകത്ത് പിന്നെയും 10 അല്ലെങ്കിൽ 12% ബാറ്ററി ഉണ്ടാവും 40ൽ നിന്ന് തുടങ്ങിയിട്ട്. സോ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് 2 ദിവസം നല്ല ഒരു എന്താ പറയുക മാനേജ് ചെയ്ത് ഉപയോഗിക്കുകയാണെങ്കിൽ 2 ദിവസം അല്ലെങ്കിൽ 1.5 ദിവസം സുഖമായിട്ട് നിൽക്കും. ഒരു ചാർജിൻ്റെ പടപടയെന്ന് കയറുന്ന അറിയോ, 80 വാട്ടിൻ്റെ ഒരു സൂപ്പർ ഹൂക്ക് ചാർജിങ് ഉണ്ട്. സോ പെട്ടെന്ന് അങ്ങ് ചാർജ് കയറുകയും ചെയ്യും. ആൻഡ് എടുത്ത് പറയേണ്ട ഒരു കാര്യം, ഇതിൻ്റെ കൂടെ വന്നിരിക്കുന്ന ഒരു കളർ മാച്ചിങ് ആയിട്ടുള്ള കേസും വളരെ കംഫർട്ടബിൾ ആണ്. നല്ല രസമാട്ടോ ഫീലൊക്കെ. ഇതിന് 12GB 256GB വേരിയൻറ്റിന് 79,999 റുപ്പീസാണ് വരുന്നത്. ഓഫേഴ്സും എക്സ്ചേഞ്ച് ബോണസൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് 67,000 റുപ്പീസിന് ഇത് കിട്ടും. ഇനി 12GB 512GB ആണെങ്കിൽ നിങ്ങൾക്ക് 89,999 ആണ്. ഓഫേഴ്സിനൊക്കെ ശേഷം നിങ്ങൾക്ക് 76,000 വരെ കുറച്ച് കൊണ്ടുവരാൻ പറ്റും. പക്ഷേ ആ ഒരു എമൗണ്ട് പേ ചെയ്യുന്നതിൻ്റെ ഒരു പ്രീമിയംനെസ്, അല്ലെങ്കിൽ ആ ഒരു പൈസ ഞാൻ കൊടുത്ത് ആ ഒരു പൈസ മുടക്കിയിട്ടുണ്ട് ഈ ഒരു ഫോണിൽ എന്ന് നമ്മളെ ഫീൽ ചെയ്യിപ്പിക്കും ഈ ഒരു ഫോൺ ഉപയോഗിക്കുക എന്നുള്ളത്. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. കുറേ നാൾക്ക് ശേഷമാണ് എനിക്കൊരു സ്മാർട്ട് ഫോണിനുണ്ട്. ഒരു ട്രിപ്പിന് പോയ സമയത്ത് എനിക്ക് വേറെ ഒരു ഫോൺ എടുക്കാൻ തോന്നാതെ ഇത് മാത്രമായിട്ട് എനിക്ക് എടുത്ത് എസ്പെഷ്യലി ക്യാമറയ്ക്കും ആ ഒരു പെർഫോമൻസിനും ഫ്ലൂയിഡിറ്റിക്കും വേണ്ടി എടുക്കാൻ തോന്നിയത് എന്നുള്ളതുകൊണ്ട് കണ്ണും പൂട്ടി റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പോ ഫോണായിട്ട് മാറിയിരിക്കുകയാണ് ഈ ഒരു ഓപ്പോയുടെ Find X9s. അപ്പോൾ അത്രയൊരു വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അൺടിൽ നെക്സ്റ്റ് ടൈം, ബൈ ബൈ.